പറയുന്ന ഒരു പാഠം നമുക്ക് പഠിക്കാറുണ്ട്. മുരളീധരൻ തഴക്കര എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു ലേഖനമാണ്. അതെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ കാർഷിക കേരളത്തിന്റെ വ്യത്യസ്തതകളെ കുറിച്ചും അതിനെക്കുറിച്ചൊക്കെ പഠിച്ചിട്ടുള്ള ഒരാളാണ് മുരളീധരൻ തഴക്കര. ആകാശവാണി കേട്ടിട്ടുള്ളത് ആകാശവാണി റേഡിയോയിൽ നമ്മുടെ സർക്കാരിന്റെ ഭാഗത്തുള്ളതാണ് ആകാശവാണി. അതിൽ വയലും വീടും എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. നിങ്ങൾ ആകാശവാണിയിൽ നോക്കിയാൽ കേൾക്കാം. അതിനകത്ത് വയലും വീടും എന്ന് പറയുന്ന പരിപാടി അവതരിപ്പിക്കുന്ന ആളാണ് മുരളീധരൻ തഴക്കര. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ലേഖനമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആ ലേഖനത്തിനകത്ത് നമ്മുടെ കാർഷിക കേരളത്തിലെ ആചാരങ്ങളെ കുറിച്ചും കാർഷിക ആചാരങ്ങളെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. ഈ ചിത്രം അല്ലെങ്കിൽ ഈ പ്രോഡക്റ്റ് നിങ്ങൾ നോക്കണം. ഇത് കണ്ടിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാകുമെന്ന് പറയണം. ഇത് ചോദിക്കുന്ന ആൾ പറയണേ. കണ്ടിട്ട് എന്തെങ്കിലും മനസ്സിലായെന്ന് പറയും. മനസ്സിലായില്ല? കേരളമാണ്. എല്ലാവർക്കും അതായിട്ട് തോന്നിയോ? കേരളമാണെന്ന് തോന്നുന്നു. പിന്നെ എന്ത് പ്രത്യേകതയാണ് അതിനകത്തുള്ളതെന്ന് തോന്നുന്നു? അടുത്തോട്ട് ഒന്ന് നോക്കണമെന്ന് തോന്നുന്നു. ഇങ്ങനെ വെച്ചിട്ടുള്ളത് എനിക്ക് എല്ലാവർക്കും കാണാൻ പറ്റാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെച്ചത്. കടല്, പിന്നെ മല, മനുഷ്യൻ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായില്ല കുറച്ചൊക്കെ അല്ലേ? പിന്നെ ഈ നമ്മുടെ കേരളത്തിന്റെ ഭൂപടത്തിനെ കുറിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? നമ്മൾ സാമൂഹ്യശാസ്ത്രം പഠിക്കുന്ന സമയത്ത് അതിനകത്ത് കേരളത്തിന്റെ മാപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിന്റെ മാപ്പിന്റെ ഒരു സൈഡില് എന്താണ് നമ്മൾ നീല കമ്പനി കണ്ടുകൊണ്ടിരിക്കുന്നത്? കടൽ, അറബിക്കടൽ അല്ലേ? നമ്മുടെ ഇവിടെ അറബിക്കടലുണ്ട്. ഇതിനെ വിവരിക്കാനായിട്ട് ശ്രമിക്കുന്നത് നമ്മുടെ കേരളത്തിന്റെ ഭൂപ്രകൃതിയെ കുറിച്ചാണ്. കേരളത്തിന് ആ ഒരു പ്രത്യേക പൊസിഷനിൽ ഇങ്ങനെ കിടക്കുന്നത്, ഇങ്ങനെ ചരിഞ്ഞ് കിടക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ കേരളം. അത് നമ്മുടെ കടലിനോട് ചേർന്ന്. അപ്പൊ കടലിനോട് ചേർന്ന് കിടക്കുന്ന ഈ ഭാഗത്തിന് നമുക്ക് എന്ത് പറയാൻ പറ്റും? കേരളത്തിന്റെ ഈ ഭാഗം കടലിനടുത്ത് ചേർന്ന് കിടക്കുന്ന തീരദേശം. എന്താണ് തീരദേശം? അപ്പൊ കേരളത്തിന്റെ ഇന്ത്യയുടെ ഭാഗത്തിന് നമുക്ക് എന്ത് പറയാം? തീരപ്രദേശം എന്ന് പറയാം. തീരപ്രദേശം. ഈ മുകളിൽ കാണുന്ന ഭാഗത്തിന് എന്ത് പറയാൻ പറ്റും? അതെ, എന്താണ്? മലകളുണ്ടല്ലേ അവിടെ? മലകളുണ്ട്. ഈ കാണിച്ചിരിക്കുന്നത് കാടുകൾക്കുള്ള സൂചനയായിട്ടാണ്. ഒരു മരത്തിനെ കാണിച്ചിരിക്കുന്നത് കാടുകളുണ്ട്, മലകളുണ്ട് അല്ലേ? അതുകൊണ്ട് ഈ പ്രദേശത്തിന് നമുക്ക് മലനാട് എന്ന് വിളിക്കും. അപ്പൊ നമ്മൾ രണ്ട് പ്രദേശത്തിനെ കണ്ടു. ഏതൊക്കെയാണ് ഉള്ളത്? തീരപ്രദേശവും കണ്ടു, മലനാടും കണ്ടു. ഇതിനിടയിൽ കുറച്ച് സ്ഥലങ്ങളില്ലേ? കാണാമോ നിങ്ങൾക്ക്? നിങ്ങൾക്ക് കാണാം. ഇതിനിടയ്ക്ക് കുറച്ച് സ്ഥലങ്ങളില്ലേ? അപ്പൊ നമുക്കതിനെ
തെങ്ങുകളുണ്ടാവും. അപ്പൊ തെങ്ങുകളായിരിക്കും ഇവിടുത്തെ ഏറ്റവും കൂടുതലുള്ള കൃഷി. അതുപോലെ ഇടനാട്ടിലേക്ക് ചെല്ലുമ്പോൾ എങ്ങനെയായിരിക്കും അവിടെ ഒരു ഭൂപ്രകൃതി ഊഹിക്കാൻ പറ്റുമോ? കാടായിരിക്കും. കാടുകളുണ്ടാവാം. അവിടുത്തെ ഒരു ഭൂപ്രകൃതി എങ്ങനെയായിരിക്കും? നമ്മുടെ ഇവിടെയൊക്കെ എന്ത് തരം ഭൂപ്രകൃതിയാണ്? ഭയങ്കര മലകളാണോ? മലകളും കാടുകളും ഒക്കെ നല്ല സ്ഥലമാണോ? പിന്നെ എന്തായിരിക്കും? ആവശ്യത്തിന് നേരുന്നു കുറച്ച് ഭൂമിയും ഇരിക്കുന്ന ചെറിയ കുന്നുകളാണുള്ള സ്ഥലം അല്ലേ? അങ്ങനെ ഒരു ഭൂപ്രകൃതിയാണ് എവിടെ? ഇടനാട്. നമ്മുടെ തീരപ്രദേശത്തിലും ഇടനാട് നമ്മുടെ നാട്ടിലും അല്ലേ? തീരപ്രദേശമുണ്ട്, ഇടനാട് കലർന്നു വരുന്ന സ്ഥലത്താണ് അവിടെ നമ്മൾ താമസിക്കുന്നത്. ഇതിന് മുകളിലുള്ള പ്രദേശം അപ്പൊ എങ്ങനെയായിരിക്കും? കാടുകളും മലകളും ഒക്കെ നിറഞ്ഞ പ്രദേശമായിരിക്കും മലനാട്ടിലുണ്ടാവുക. അവിടെ എന്തായിരിക്കും കൃഷി? തേയില, കാപ്പി, തേയില, ഏല, അങ്ങനെയുള്ള നാണ്യവിളകളൊക്കെ ആയിരിക്കും സുഗന്ധവ്യഞ്ജനങ്ങളൊക്കെ അല്ലേ? വയനാട്ടിലൊക്കെ പോയിട്ടില്ലേ നിങ്ങൾ? വയനാട്ടിൽ പോയപ്പോ കാപ്പിത്തോട്ടങ്ങളൊക്കെ കണ്ടില്ലേ? അങ്ങനെയുള്ള പ്രദേശത്ത് ഈ തരം കൃഷികളൊക്കെ. ഇതിന് പറയാൻ പോകുന്നത് നമ്മുടെ കേരളത്തിൽ എത്ര ജില്ലകളുണ്ട്? 14. ഏതൊക്കെയാണ്? ഒരാൾ പറയും. അറിഞ്ഞൂടെ? ആർക്കറിയാം? സഹായിക്കാം. എനിക്കോ കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, അപ്പൊ എന്താണ് നമുക്ക് 14 ജില്ലകളുണ്ട് അല്ലേ? നമ്മൾ താമസിക്കുന്നത് 14 ജില്ലകളുള്ള കേരളത്തിലാണ്. പക്ഷേ കുറേ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കേരളത്തിൽ ജില്ലകൾ ഇങ്ങനെ തരംതിരിച്ച് വെച്ചിട്ടില്ല. എന്നാലും ഓരോ പ്രദേശത്തിന് ഓരോ പേരുണ്ട്. അന്ന് നമുക്ക് തിരുവിതാംകൂർ, കൊച്ചി രാജ്യം, മലബാർ എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. മൊത്തത്തിൽ നമ്മുടെ കേരളത്തിലുള്ളവരെയൊക്കെ മലബാറികൾ വിശേഷിപ്പിച്ചു പണ്ട് കാലം. അപ്പൊ പണ്ടത്തെ ചരിത്ര പുസ്തകങ്ങളൊക്കെ നിങ്ങൾ നോക്കുമ്പോൾ മലയാളികളെ മലബാറികൾ എന്ന് വിളിക്കുന്നത് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇതിലേക്ക് ഒന്ന് നോക്കാമോ? കേരളത്തിന്റെ ഈ ഭാഗത്തിനെ, അതായത് ഇങ്ങേറ്റത്ത് കിടക്കുന്ന ഭാഗത്തിന് എന്താണ് വിളിക്കുന്നത്? തിരുവിതാംകൂർ എന്ന്. തിരുവിതാംകൂർ രാജ്യാന്തരം ഇപ്പോഴും തിരുവനന്തപുരത്ത് കാണാം. രാജാക്കന്മാർ വരുന്ന സമയത്ത് നമുക്ക് പ്രവേശിച്ചിട്ടുണ്ടാവില്ല. തിരുവിതാംകൂർ രാജാക്കന്മാരുടെ സ്ഥാനത്തിന്റെ കേന്ദ്രമായി എന്ത്? നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രം. അവിടെ അപ്പൊ നമുക്കിപ്പോ നോക്കാം. തിരുവിതാംകൂർ എന്ന് പറയുന്ന ആ പ്രദേശത്തിന്റെ മൊത്തത്തില് ഇന്ന് നമ്മൾ അറിയപ്പെടുന്ന കുറച്ച് ജില്ലകൾ ഉൾപ്പെട്ടിട്ടുണ്ട്. അത് ഏതൊക്കെ ജില്ലകളാണെന്ന് നോക്കാം. ആരെങ്കിലും ഒരാളായോ? തിരുവിതാംകൂറിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ജില്ലകളാണ് പറയുന്നത്. ഏതൊക്കെയാണ്? തിരുവനന്തപുരം,
കണ്ണൂർ, കോഴിക്കോട്, വയനാട്, മലപ്പുറം, പാലക്കാട്, കാസർഗോഡ് തുടങ്ങിയ ജില്ലകളെല്ലാം ഉൾപ്പെട്ടിരുന്ന സ്ഥലത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മലബാർ എന്ന് പറയുന്നത്. ഇതിൽ ലേഖനത്തിലെ കാര്യം പറഞ്ഞുതരാം. അതായത് നമ്മളിപ്പോ പറഞ്ഞില്ലേ നമ്മുടെ ഓരോ നാട്ടിലും ഓരോ തരത്തിലുള്ള കൃഷികളുണ്ട് അല്ലേ? ഈ തിരുവിതാംകൂറിലെ പ്രധാനപ്പെട്ട ഒരു കൃഷിയായിരുന്നു കപ്പ എന്ന് പറയുന്നത്. കപ്പ. അപ്പൊ ഇവിടെ നിന്ന് കുറെ ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടുത്തെ കുറെ അധികം കാരണങ്ങൾ കൊണ്ട് വേറെ സ്ഥലത്തേക്ക് പോയിട്ടുണ്ട് താമസിക്കാനായിട്ട്. അതായത് നമ്മളിപ്പോ ഒരു സ്ഥലത്ത് താമസിക്കുന്നു, അവിടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ സ്ഥലത്തേക്ക് പോകുന്നു. അങ്ങനെയൊന്നും അല്ല അല്ലേ? നമ്മുടെ വീട് വാങ്ങിച്ച് അങ്ങോട്ട് പോകുന്നു അങ്ങനെയല്ലേ? പക്ഷെ പണ്ട് കാലത്ത് ഇങ്ങനെയൊന്നും ജോലിയുടെ ബുദ്ധിമുട്ട് കാരണം വേറെ സ്ഥലത്തേക്ക് പോകുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. നമ്മൾ ഇവിടുന്ന് കുറെ ജോലി ഇല്ലാത്തതുകൊണ്ട് ഗൾഫിലൊക്കെ പോകുന്നത് കേട്ടിട്ടില്ലേ? അതിനൊരു വാക്ക് പറയാം. എന്താ പറയുന്നത്? ഗൾഫിലേക്ക് പോകുന്നത് നമ്മുടെ പ്രവാസവും വളരെ ബുദ്ധിമുട്ടി യുദ്ധമൊക്കെ കണ്ടിട്ട് ആൾക്കാർ വേറെ റോട്ടിലൊക്കെ പോകുന്നതിന് ഒരു പേരുണ്ട്. കുടിയേറ്റം എന്ന് പറയും. അതാണ് വേറെ സ്ഥലത്തേക്ക് നമ്മുടെ പ്രകൃതി കൊണ്ടോ യുദ്ധം കൊണ്ടോ ദാരിദ്ര്യം കൊണ്ടോ ഒക്കെ നമ്മൾ മാറി വേറെ സ്ഥലത്തേക്ക് പോകുന്നതിന് എന്ന് പറയും കുടിയേറ്റം. നമുക്ക് ഒരാളെന്താണ്ടോ ഇതേപോലെ തിരുവിതാംകൂറിൽ നിന്ന് മലബാറിലേക്ക് ഒരു കാലത്ത് ഇവിടുത്തെ കർഷക തൊഴിലാളികളെല്ലാം കുടിയേറി പോയി. ഇവിടുത്തെ ബുദ്ധിമുട്ടുകൾ കാരണം എന്ത് ചെയ്തു? മലബാറിലേക്ക് താമസം മാറിപ്പോയി. എന്നിട്ട് അവിടെ അവർ കൊണ്ടുവന്ന് എന്ത് ചെയ്തു? കുറെ വിളകളൊക്കെ കൊണ്ടുവന്ന് അവിടെ നടാൻ തുടങ്ങി. ടീച്ചറെ ആദ്യം തന്നെ അതെന്താണെന്ന് പറഞ്ഞു. അപ്പൊ ഈ തിരുവിതാംകൂറിൽ നിന്ന് മലബാറിലേക്ക് പോകുന്ന ആൾക്കാർ ഈ മലബാറുകൾ വിളിക്കുന്നത് ചേട്ടന്മാരെന്നാണ്. കേട്ടോ? അവരെന്താണ് വിളിക്കുന്നത്? ചേട്ടന്മാർ. ഈ ചേട്ടന്മാര് ഇവരുടെ കയ്യിൽ കുറെ സാധനങ്ങൾ കൊണ്ടുള്ള കൃഷി ചെയ്യാനായിട്ട് വന്നത്. അതിന്റെ പേരാണിത് കപ്പ. എന്താണ്? ഇവരെന്ത് ചെയ്തു? കപ്പയും കൊണ്ടാണ് കൃഷി ചെയ്തത്. ആ കൃഷിയില് കപ്പ അവിടെ പിന്നെ ഭയങ്കര സാധാരണമായിട്ടുള്ള ഒരു കാർഷിക വിളയായിട്ട് മാറുകയും അവിടുത്തെ ഒരു കാർഷിക ആചാരമായി മാറുകയും ചെയ്തു. ആ കാർഷിക ആചാരമാണ് കപ്പവാട്ട്. കപ്പവാട്ട്. അതായത് ഒരുപാട് കിഴങ്ങ് ഉണ്ടാകുന്ന സമയത്ത് അതെന്ത് ചെയ്യും? അതിനെ ഉരുങ്ങി ഉണക്കി. ഇതിനാണ് എന്ത് പറയുന്നത്? കപ്പ. അത് മനസ്സിലായോ? ഇത്രയും കാര്യങ്ങൾ അല്ലേ? കേരളത്തിന് നമ്മൾ എത്ര ഭൂപ്രകൃതിയായിട്ട് തിരിച്ചിട്ടുണ്ട്? പറഞ്ഞേ. ഇല്ല ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തിൽ നമ്മൾ എത്രയായിട്ട് തിരിച്ചിട്ടുണ്ട്? 3. ഏതൊക്കെയാണ്? തീരപ്രദേശം,